സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം ഇന്ന് ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സന്തോഷസമേതം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ചില ആഴ്ചകളായി നാം ചിന്തിച്ചും പരിശോധിച്ചും വരുന്നത് ദൈവത്തിന് ഭൂമിയിൽ എന്തുണ്ട്. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമി അവൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. മനുഷ്യർക്ക് തന്നിരിക്കുന്ന ഭൂമിക്കകത്ത് ദൈവത്തിന് എന്താണുള്ളത്? ഇതൊന്ന് തിരുവഴുത്തിൽ കൂടെ സഞ്ചരിച്ച് കണ്ടെത്തുക, അത് ഷെയർ ചെയ്യുക, ശ്രോതാക്കളെ പ്രബുദ്ധരാക്കുക, അതിൽ കൂടെ അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. ഇതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. അവിടെ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ 3 എപ്പിസോഡിൽ ദൈവത്തിൻ്റെ ഏദൻ തോട്ടം, ദൈവത്തിൻ്റെ ആദാം, ദൈവത്തിൻ്റെ ഹൗവ, ആ കുടുംബം, അതിൻ്റെ തുടക്കം, തുടർച്ച, അതിൻ്റെ ഒടുക്കം, അവിടേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അബ്രഹാം പിതാവിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവം അവൻ്റെ സന്തതി പരമ്പരകളിൽ കൂടെ വേർതിരിച്ചെടുത്ത, രൂപപ്പെടുത്തിയെടുത്ത ഒരു സമൂഹമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന ജനത്തെ സംബന്ധിച്ച്, ജാതിയെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ദൈവം ഒരു മുന്തിരിത്തോട്ടത്തോട് സാമ്യപ്പെടുത്തി അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. തിരുവഴുത്തിൻ്റെ സർവേയിൽ ഇതൊക്കെ ഓരോന്ന് പരിശോധിച്ച് വരുമ്പോൾ ആരാണ് ദൈവമെന്നും എന്താണ് അവിടുത്തെ പദ്ധതികളെന്നും ആരാണ് നാമെന്നും നാമും ദൈവമായിട്ടുള്ള ബന്ധമെന്തെന്നും ഒക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി, അവലോകനം ചെയ്യാൻ വേണ്ടി സമയമെടുക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം അതാണ്. ശരി, അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ മാത്രം ഇപ്പോൾ വായിച്ച് നമുക്ക് കേൾക്കാം. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ലു പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. ഓക്കെ, മതി. ഇസ്രായേലിനെ കുറിച്ച് പ്രവാചകന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് പ്രവാചകൻ അത് എഴുതി വെച്ചു. ഇസ്രായേലിന്റെ നടുവിൽ അത് അറിയിച്ചു. തലമുറ കൈമാറി. ആ വചനം എന്നേക്കും ദൈവരാജ്യ സ്ഥിരമായിരിക്കുന്ന വചനം നമുക്ക് നമ്മുടെ ഭാഷാന്തരത്തിൽ കൈകിട്ടി. അപ്പോൾ ദൈവം ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, അഥവാ ഇസ്രായേലിനെ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചു. ആ തോട്ടത്തിൽ കർത്താവ് മുന്തിരിവള്ളി നട്ടു എന്നാണ് പറയുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് കനാൻ നാടാണ്. അഥവാ കനാൻ നാട്ടിലെ ദൈവിക ഇടപെടലുകളെക്കുറിച്ച്, പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് യെശയ്യാവ് എന്ന പേരായ പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് എൻ്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആ മുന്തിരിത്തോട്ടത്തെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമെന്ന് പേരിടാം. കാരണം ദൈവത്തിൻ്റെ തോട്ടമാണ്. ഈ ജനം ദൈവത്തിൻ്റെ ജനമാണ്. അത് അബ്രഹാമിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ കാര്യം ചെയ്യുവാൻ ചെറിയ അവസരം മതി,
ചെറിയ സാധ്യത മതി. ഒറ്റ മനുഷ്യനിൽ നിന്ന് ഭൂതലത്തിലെ സകല മനുഷ്യരെയും ദൈവം ഇന്ന് ഉളവാക്കിയിരിക്കുകയാണ്. അത് ആ മനുഷ്യൻ ആദാമായിരുന്നു. ഒറ്റ മനുഷ്യനിൽ നിന്ന് ഇസ്രായേലിനെ മുഴുവനും ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നു. ആ മനുഷ്യൻ്റെ പേര് അബ്രഹാം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ എനിക്കൊക്കെ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്യും. അത്ഭുത പ്രവൃത്തികളെ, കരുതലുകളെ, അവൻ്റെ അടിസ്ഥാനപരമായ രീതികളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സന്തോഷമുള്ള അങ്ങ് നിറയും. ഇങ്ങനെയൊക്കെയാണല്ലോ ദൈവമെന്ന്. സ്വന്തം ജീവിതത്തെ കൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ കണ്ണുകൾ നിറയും. കവിണ്ണു വീണ് കർത്താവിൻ്റെ പാദം കഴുകുവാൻ, കണ്ണുനീരുകൊണ്ട് കഴുകുവാൻ, അവൻ്റെ പാദത്തിൽ വിശുദ്ധ ചുമ്മന അർപ്പിക്കുവാൻ, അവൻ്റെ മുഖം കാണുവാൻ, അവനുമായിട്ട് അല്പസമയം സഞ്ചരിക്കുവാനൊക്കെ കൊതി ഊറും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാകുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് വായിക്കുന്നത്, അത് വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു: ഈ മഹാദൈവത്തിനവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ടാക്കി. അപ്പോൾ കനാൻ നാട്ടിൽ ദൈവം ഇസ്രായേലിനെ പ്രവേശിപ്പിച്ചു. 80-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ചേർത്ത് നമുക്ക് ആ വാക്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. 8-ാം വാക്യം: നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. മതി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി കനാൻ നാട്ടിൽ നട്ട കാര്യമാണ് പറഞ്ഞത്. നടുന്നതിന് മുമ്പ് ദൈവം ഒരു പണി ചെയ്തു. ഞാൻ വളരെ ബഹുമാനപുരുഷനും പറയുന്നു, ഈ സമ്മിശ്ര ജീവിതശൈലി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യരെ ഇഷ്ടപ്പെടുന്നില്ലെന്നല്ല, സമ്മിശ്രമായ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസ രീതികൾ, ദൈവിക ബോധങ്ങൾ, അങ്ങനെ പലതരത്തിലെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അതും അതെല്ലാം ശരിയെന്ന് പറയുന്നതല്ല ദൈവം. ഒരു ശരി മാത്രം, അത് തന്നിലേക്കുള്ള വഴി. താൻ മനുഷ്യരോട് ഇടപെടുന്നു, അതെല്ലാവരോടുമായിട്ട് ഇടപെടുന്നു. നീ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, അത് നടുന്നതിന് മുമ്പ് അവിടെയുള്ള മറ്റ് മനുഷ്യരെ അവിടെ നിന്ന് മാറ്റി, അതൊന്നിക്കി കളഞ്ഞു. അത് ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ല. അവരിവരും കൂടെ ഇടകലർന്നാൽ ശരിയാകത്തില്ല. എന്നും ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ആ പദ്ധതിയിൽ ദൈവം ഒതുങ്ങി നിന്നുകൊണ്ട് ഇവരെ മാറ്റിക്കളഞ്ഞാണ് ഇവരെ നട്ടത്. ഈ ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിൽ കുടിയിരുത്തിയത് അങ്ങനെയാണ്. അപ്പോൾ സമ്മിശ്രം ഇടകലർന്നുള്ള എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവം ഒരു പ്രമാണം കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. അത് മോശ മുഖാന്തരം കൈമാറിയിരിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ നടുവിൽ അത് ഉള്ളതാണ്. അവരത് അനുഷ്ഠിച്ചേ മതിയാവൂ. ആ പ്രമാണം ലംഘിക്കുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ദൈവത്തിൻ്റെ കമാൻഡിങ് പ്രഖ്യാപനം. ആ ജനത്തെക്കുറിച്ചാണ് യെശയ്യാപ്രവാചകൻ പറഞ്ഞത്, എൻ്റെ പ്രിയതമനൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു, കല്ല് പെറുക്കി ഭൂമി വെടിപ്പാക്കി കർഷകൻ കൃഷി ഇറക്കുന്നത് പോലെ ഇസ്രായേലിന് തടസ്സമായിരിക്കുന്ന, ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് അനുഗമിച്ച്, സേവിച്ച് സ്നേഹിച്ച് അനുഗമിച്ച് മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കുന്ന എല്ലാ കല്ലുകളെയും ദൈവം പെറുക്കി മാറ്റി. എന്നിട്ടോ ഇവരെ അവിടെ നട്ടിട്ട് അവരിൽ നിന്ന് വലിയ ഫലം പ്രതീക്ഷിച്ചു. ഫലം ദൈവം പ്രതീക്ഷിച്ചു. ഒരു മുന്തിരിക്കൊല കനാൻ നാട്ടിൽ നിന്ന്, കനാൻ നാട് ഉറ്റുനോക്കാൻ പോയവർ പറിച്ചെടുത്ത് കൊണ്ടുപോരുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് 2 പേര് കൂടി ചുമന്നു എന്നാണ്. അത് അക്ഷരീകമായ മുന്തിരിക്കൊലയുടെ കാര്യമാണ് പറഞ്ഞത്. അത്ര ബലഭൂഷ്ടമായ
അനുഗ്രഹീതമായ ദേശം, ഭൂമി ആണ് കനാൻ നാട്. ആ കനാൻ നാട്ടിൽ ഇവർക്ക് പാർക്കാനുള്ള സൗകര്യം ദൈവം ഒരുക്കി കൊടുത്തു. അവരവിടെയാക്കി. നമ്മുടെ പഴയ പഠനത്തിൽ ഏതെങ്കിലും തോട്ടത്തിൽ നോക്കിയാൽ ഇഷ്ടംപോലെ കഴിക്കാം. ദൈവം ഇഷ്ടംപോലെ കഴിക്കാം. ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നാതിരുന്നാൽ മതി. ഞാൻ ആഴമായി ഒത്തിരി അത് പഠിച്ചു നോക്കി. ഏകദേശം മനസ്സിലായത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ, ഒരു ഉടമ്പടി, ഉഭയസമ്മതം പോലെ വെച്ചൊരു കണ്ടീഷൻസാണത്. സ്വതന്ത്രം പോകട്ടെ, അതല്ല എൻ്റെ വിഷയം. ഇതുപോലെ കനാൻ നാട്ടിൽ കൊണ്ടു നട്ടു. ദൈവം വലിയ പ്രതീക്ഷിച്ചിട്ട് ദൈവം കാത്തിരുന്നതിന് മുമ്പ് ഈ കൊല അറുത്തെടുത്താൽ അക്ഷരികമായി പറഞ്ഞുകൊണ്ട് അത് ആത്മീയമായി വ്യാഖ്യാനിക്കുകയാണ്. ആ കൊല അറുത്തെടുത്തുകൊണ്ട് അതിനെ ചക്കിലിട്ട് മെതിച്ച് അതിൻ്റെ രസം, എസൻസ് അഥവാ അതിൻ്റെ നീര് ശേഖരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഭാഷ്യം അല്ലെങ്കിൽ പ്രസ്താവന പേരിട്ടിരിക്കുന്നത് ഇത് വീഞ്ഞാണ്. വീഞ്ഞ്, മുന്തിരി പിഴിഞ്ഞെടുത്ത വീഞ്ഞ്. ആ വീഞ്ഞിനോടും ആ മുന്തിരിയോടും സാദൃശ്യപ്പെടുത്തി ഇസ്രായേലിനെ പറയുമ്പോൾ ദൈവം എന്ത് പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ ആ ആഗ്രഹത്തിൻ്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുണ്ട്, പ്രതീക്ഷയുണ്ട്. അതിനകത്തുനിന്ന് സത്ഫലം കായ്ക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനിങ്ങാണ്. എന്നാൽ ഇനി ആ വാക്യം നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കണ്ടോ? കാത്തിരുന്നു. എന്തിനു വേണ്ടി? മുന്തിരിങ്ങയ്ക്ക് വേണ്ടി. ആ മുന്തിരിങ്ങ ഏത് തരമായിരിക്കണം? പിന്നീട് വായിക്കുമെങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞു വെക്കാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടി, നിങ്ങളുടെ മനസ്സ് തെളിയാൻ വേണ്ടി, നിങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പത്തിന് വേണ്ടി ന്യായാധിപന്മാർ 9:13 നമുക്ക് കേട്ടങ്ങ് പോകാം. എന്നിട്ട് യെശയ്യാ പ്രവചനത്തിലേക്ക് വരാം. ന്യായാധിപന്മാർ 9:13 ഈ മുന്തിരിങ്ങ എന്താണ്? വേറെ എന്തെല്ലാം പഴവർഗ്ഗങ്ങളുണ്ട്? 9:13 മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന്. ഒരു സാദൃശ്യം, ഒരു ഉപമ, ഒരു ഉദാഹരണം എന്ന പോലെ അവിടെ രേഖപ്പെടുത്തിയ ഒരു തിരുവചനമാണ് വായിച്ചത്. അവിടെ മുന്തിരിവള്ളിയുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുവാനായിട്ട് അവിടെയുള്ള ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടപ്പോൾ അതൊരു ഒരു 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 സാദൃശ്യമായി എഴുതപ്പെട്ടപ്പോൾ മുന്തിരിവള്ളിയുടെ വാക്കെങ്ങനെയാണ്? ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം. ഇടയ്ക്ക് കയറി ഞാൻ മുറിഞ്ഞ് പറയട്ടെ, മറ്റു വാക്കുകളൊക്കെ വിട്ടിട്ട് പറയട്ടെ. ഇത് കേൾക്കാൻ അറിയാൻ വേണ്ടി എന്ത് വില കൊടുത്തും സമയം വേർതിരിക്കുക. എന്നോട് ചോദിക്കുന്ന ചിലരോട് ഞാൻ പറയാറുള്ളത്, വ്യാഴാഴ്ച രാത്രി നിങ്ങൾ കുറച്ച് പണികൾ ഒതുക്കി വെക്കുക. വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് കുറച്ച് നേരം ഇരിക്കുക. ഇത്തിരി നേരമല്ലേ ഉള്ളൂ. എന്നിട്ട് സ്പീഡായിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് തിരിയാമല്ലോ. ഇത് കേട്ട് നോക്കുക, അറിഞ്ഞു നോക്കുക. ഈ പുസ്തകത്തിൽ ചിതറിക്കിടക്കുന്ന ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളെ സർവേ ചെയ്ത് പെറുക്കിയെടുത്ത് പഠിച്ച് കൊണ്ടുവരുമ്പോൾ കേൾക്കുന്നെങ്കിൽ എത്ര നല്ലത്, കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര സംതൃപ്തി. ഓക്കെ, അപ്പോൾ അങ്ങനെ ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസമെന്ന് മുന്തിരിവള്ളിക്ക്
പറയാൻ പ്രാഗൽഭ്യമുണ്ട്, അഥവാ ക്വാളിറ്റി ഉണ്ട്, സാധ്യതയുണ്ട്. അത് ദൈവസ്വീകാര്യമായ വാക്കുകളാണ്. അതിൻ്റെ കാര്യങ്ങൾ പിന്നാലെ വരുന്ന എപ്പിസോഡിൽ കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞത് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പ്രതീക്ഷിച്ചതൊന്നും അവരിൽ നിന്നും ഉണ്ടായില്ല. അത് ദൈവത്തിന് സങ്കടകരമാണ്. അവിടെ പറഞ്ഞ മുന്തിരിവള്ളി എന്താണെന്നറിയാൻ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അതുണ്ട്. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. ഇസ്രായേൽ ജനവും യഹൂദ പുരുഷന്മാരും, അതാണ് മുന്തിരിത്തോട്ടം. കാര്യം വ്യക്തമായില്ലേ? കെട്ടിച്ചമയ്ക്കുകയാണോ, ഏച്ചു കെട്ടുകയാണോ, അവിടെ നിന്ന് ഇവിടെ നിന്ന് നുള്ളിപ്പെറുക്കുകയാണോ? അല്ല, കൃത്യമായിരിക്കണം, പദ്യമായിരിക്കണം, സത്യമായിരിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനവും യഹൂദന്മാരും ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ 7-ാം വാക്യത്തിൽ പറയാം. എന്നിട്ട് അതിന് മുമ്പിലത്തെ വാക്യത്തിൽ പറയാം, ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് അല്ല ലഭിച്ചത്, കാട്ടുമുന്തിരിങ്ങയാണ് എന്ന് പറഞ്ഞ എൻ്റെ പ്രിയരെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ് പുതിയ നിയമസഭ. അതെ, മനുഷ്യരിൽ നിന്ന് മനുഷ്യരാലും ഉണ്ടാകുന്നതും ഉണ്ടായിട്ടുള്ളതും അല്ല. പഴയ നിയമ ഇസ്രായേലായിരിക്കുന്ന ഈ ജനത്തിൽ നിന്ന്, അബ്രഹാമിന് സന്തതിപരമുള്ളായിരിക്കുന്ന ഈ മക്കളിൽ നിന്ന് ദൈവം മുന്തിരിയുടെ എസൻസ് എന്ന് പറഞ്ഞാൽ ഈ ജനത്തിൽ നിന്ന് ഉണ്ടാകേണ്ട അനുഗ്രഹങ്ങൾ, നന്മകൾ, പ്രയോജനങ്ങൾ ഓർത്തു വയ്ക്കുക പ്രിയരെ, ഓർത്തു വയ്ക്കുക. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല, ദൈവത്തിൻ്റെ അരികിലേക്ക് എത്തിപ്പെടാനല്ല, മറിച്ച് അത് ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ, അതുണ്ടാകാതെ വരുമ്പോൾ, ആ വിധത്തിൽ ആ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവഹൃദയത്തിൻ്റെ നൊമ്പരമാണ് പറഞ്ഞത്. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയായിരുന്നു. ഇസ്രായേലിൻ്റെ കാലത്ത് അങ്ങനെയാണ് ദൈവം പ്രതികരിച്ചതെങ്കിൽ ഇന്നത്തെ സഭയെക്കുറിച്ച്, നിങ്ങൾ കൂടുന്ന സഭയെക്കുറിച്ച്, നിങ്ങൾ വാങ്ങുന്ന വ്യക്തിയെക്കുറിച്ച്, നിങ്ങൾ പാർക്കുന്ന വീടിനെക്കുറിച്ച് കർത്താവിന് എന്താണ് കേൾക്കാനും കാണാനുള്ളത്? എന്താണ് കേൾക്കാനും കാണാനുള്ളത്? എന്താണ് കാണാനും കേൾക്കാനുള്ളത്? സ്തോത്രം. അങ്ങനെ ആ കാര്യം അങ്ങനെ മുമ്പോട്ട് വരികയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നു എന്ന് ഞാനൊന്ന് പറയാം, എന്നാലേ കറക്റ്റിങ് വരുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. പിന്നെ യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം. മതി. ഇവരെ അറിയപ്പെടുന്നത് അബ്രഹാമിൻ്റെ മക്കളെന്ന് നിലയിൽ ഓരോരുത്തർക്കും ഓരോ പേരിട്ട് മറ്റു മനുഷ്യരെ പോലെ അങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു. ഒരിക്കൽ യാക്കോബിൻ്റെ പ്രാർത്ഥന, ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ യാക്കോബ് ദൈവമായിട്ട് ഒത്തിരി മല്ല് കെട്ടുന്നത് പോലെ യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒടുവിൽ യാക്കോബിൻ്റെ വാക്ക് അവിടെ രേഖപ്പെടുത്തി ഇങ്ങനെയാണല്ലോ, യഹോവേ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ യാക്കോബ് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച് നേരം വെളുക്കോളം പ്രാർത്ഥിച്ച് യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. ആ ഭാഗം ചുരുക്കട്ടെ. അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞതാ, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിക്കുന്ന വിധത്തിലുള്ള നിൻ്റെ ഈ വിഷയത്തോടുള്ള നിൻ്റെ ആ മനസ്സൊരുക്കം, അല്ലെങ്കിൽ വിശ്വാസം, അതിനുള്ള നിൻ്റെ താതാത്മ്യം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമെന്ന് പറഞ്ഞു, ഇനി നിന്നെ യാക്കോബ് എന്നല്ല വിളിക്കുന്നത്. ബൈബിൾ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്നൊരു ഉത്തരവുണ്ട്. അതിൽ വലിയ പ്രസക്തിയായിട്ട് അല്ല ഞാൻ പറയാൻ പോകുന്നത്. എങ്കിലും യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം ഉപായി എന്ന. അവൻ്റെ സന്തതി പരമ്പരകൾക്കും അവനും ദൈവമിട്ട പേര് ഇസ്രായേൽ എന്ന.
അങ്ങനെ ദൈവം അവന് ഇനി യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നാവും. ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രഭു എന്നാണ്. ദൈവത്തിൻ്റെ പ്രഭു, സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടത്തക്കവണ്ണമുള്ള ഒരു പേരാണ് ദൈവം ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും? ദൈവം ഇടപെടുന്ന രംഗങ്ങൾക്കെല്ലാം അതിൻ്റേതായ സ്റ്റാറ്റസ് ഉണ്ട്, സ്റ്റാൻഡേർഡുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാളെ വീട്ടുകാരിട്ട പേര് ഞാൻ വിളിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ മക്കളെ പറഞ്ഞാലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. കാരണം അത് അവനും ഞങ്ങൾക്കൊന്നും ചേരുന്ന പേരല്ല, ഇവരെ അറിയാതെ ഞാൻ ഇട്ടതാണ്. ദൈവം പേരിട്ടു, ദൈവത്തിൻ്റെ പ്രഭു. പ്രവാചകൻ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു എന്ന കർത്താവിനെക്കുറിച്ച് പ്രവചിച്ചപ്പോൾ പറഞ്ഞിങ്ങനെയാണ്: ഒരു രാജാവ് നീതിയോടെ വാഴും. ലോകത്തിലെ വാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രഭുക്കന്മാരനായത്തോടെ അധികാരം നടത്തും. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞ ആ ഗണം ആരൊക്കെ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ല, വേദപുസ്തകത്തിൻ്റെ സത്യം പറയുകയാണ്. പഴയ നിയമ ഭക്തന്മാരായ എല്ലാവരും, യേശുവിൻ്റെ ഉൾപ്രാവണത്തിൽ എടുക്കപ്പെട്ടവരായ ആ ജനം, പുതിയ നിയമഭക്തന്മാരായ എല്ലാവരും, ഇങ്ങനെ ഈ 2 സമയങ്ങളിലുള്ള ഭക്തരായ വിശുദ്ധന്മാരായ എല്ലാവരുമാണ് പ്രഭുക്കന്മാർ എന്ന് 113-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലും മറ്റാൻ തോന്നുന്നുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് ഈ കാര്യം. ഒന്നുകൂടെ 113-ാം സങ്കീർത്തനത്തിലെ 6 മുതൽ അങ്ങ് വായിച്ചാട്ടെ. ആകാശത്തിലും ഭൂമിയിലുമുള്ള അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ആ ദൈവം ഭൂമിയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, ആത്മരക്ഷ കൊടുക്കുന്ന, മനസ്സാന്തരപ്പെട്ട് വരുന്ന ദൈവമക്കളായ, വീണ്ടും ജനിച്ചവരായ, ജീവസ്വത്തിൽ പേരെഴുതപ്പെട്ടവരായ ദൈവമക്കളെന്ന് പേര് വിളിക്കാൻ ദൈവം അവകാശം കൊടുത്ത, അധികാരം കൊടുത്ത ആ മക്കളെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു. ദൈവസഭയിലെ അംഗങ്ങൾ അവർ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നേരത്തെ തന്നെ അവരെ സ്റ്റാൻഡേർഡുള്ളവരും, സ്റ്റാറ്റസ് ഉള്ളവരും, നിലവാരമുള്ളവരും, ക്വാളിറ്റി ഉള്ളവരും ആക്കി മാറ്റി വച്ചിരിക്കുക. ഒരു സംശയവും വേണ്ട. പിന്നാലെയുള്ള എപ്പിസോഡിൽ ഈ കാര്യമൊക്കെ വിശദീകരിച്ച് വരും. പ്രഭുക്കന്മാർ, ഇസ്രായേൽ ജനം പ്രഭുക്കന്മാരെന്ന് പേരുള്ള ഇസ്രായേൽ. ഞാൻ 2-3 എപ്പിസോഡ് പറഞ്ഞു കഴിഞ്ഞതാ. എനിക്ക് അവരോട് പ്രത്യേകമായ പ്രതിബദ്ധത ഒന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടെ വേദപുസ്തകത്തിന് സത്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിനെ തൊട്ട് കളിക്കാൻ ശ്രമിച്ചവരെല്ലാം കൈ പൊള്ളിയിട്ടുണ്ട്, പൊള്ളുകയും ചെയ്യും. ഇസ്രായേൽ കറ്റകളുടെ ഇടയിലെ, കറ്റകളെന്ന് പറഞ്ഞാൽ നെൽക്കറ്റകൾ അല്ലെങ്കിൽ വൈക്കോൽ കറ്റകൾ, അതിൻ്റെ ഇടയിലെ തീച്ചട്ടി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെ തൊട്ടാൽ എരിഞ്ഞടങ്ങും. അവരെന്ത് ചെയ്തു ചെയ്തില്ല അതൊന്നും ഇപ്പോഴത്തെ ചർച്ചയപ്പെട്ടതല്ല. അവരും ദൈവമായിട്ട് അങ്ങനെ അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്ന പോലാണ്. ഓർക്കുക ആ ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രഭുവിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞത്, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു, പാടില്ല, ഫലം കായ്ക്കണം. അങ്ങനെ ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രഭു എന്നായിരിക്കുന്നത് പോലെ ദൈവമക്കളെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അല്ലെങ്കിൽ ദൈവസഭയെന്ന് ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഇത് ഏത് ലോക്കൽ കല്യാണം പോലും മണവാട്ടിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ 10,000-ങ്ങളിൽ അത് സുന്ദരനായ യേശുവിൻ്റെ മണവാട്ടിയാണ് പുതിയ നിയമസഭ. പഴയ ഭക്തന്മാരെല്ലാം ഈ സഭയുടെ തോഴിമാരാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധന്മാരാണ്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം,
ആ മുന്തിരിത്തോട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടി അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അതിൽ കൂടെ വാർത്തെടുത്ത ജനമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെ കൊണ്ട് ദൈവം പറയാണ്, ഇതാകുന്നു എൻ്റെ മുന്തിരിത്തോട്ടം. എൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അത് അക്ഷരീക മുന്തിരിങ്ങ പറിച്ചെടുത്താൽ തന്നെ ദൈവത്തെ മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന രസമാണ് അതിന് കിട്ടുന്നത്. അതിൽ കൂടെ പാവമോചനം കൊടുത്ത് പ്രമാണം കൊടുത്ത് ഒരുപാടെല്ലാം കർത്താവ് സഹിച്ച് ഇവരെ കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ നട്ടപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇസ്രായേൽ ആ പ്രതീക്ഷയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോയി. അതുകൊണ്ടാണ് കാട്ടുമുന്തിരിങ്ങ രാശി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ പിറകിൽ എനിക്ക് ദൈവാത്മാവിൻ്റെ നിയോഗം ഉണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയുക, ദൈവത്തിൻ്റെ നടപടികളെക്കുറിച്ച് പറയുക. അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് തിരഞ്ഞെടുത്തത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ഓക്കെ, മതി. ദൈവം വന്നപ്പോൾ ഒളിച്ചു. ഇന്നലെ വന്നപ്പോൾ ഓടിച്ചാടി പപ്പ വരുമ്പോൾ പപ്പയുടെ കയ്യിൽ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് മക്കൾ ചെല്ലുന്നത് പോലെ ഓടിച്ചാടി ചെന്നു. ഇന്ന് വന്നപ്പോൾ ഒളിച്ചു. എന്തൊരു മാറ്റം! കർത്താവിൻ്റെ മുമ്പിൽ നേരെ നിൽക്കാൻ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടപ്പോഴാണ് ഓടി ഒളിച്ചത്. ഇന്നത്തെ സഭകളിലും കൂട്ടങ്ങളിലും കൂട്ടായ്മകളിലും ഒക്കെ കാണുന്നൊരു പ്രതിഭാസം ഇതാണ്. അങ്ങനെ ഈ വിധത്തിൽ ഓടി ഒളിക്കുന്ന ആൾക്കാർ, മുഖം നിവരെ നിൽക്കാത്ത ആൾക്കാർ, മുഖം കൊടുക്കാത്ത ആൾക്കാർ, തമ്മിൽ നോക്കാൻ മടിക്കുന്ന ആൾക്കാർ, എന്തുകൊണ്ട് ആദാമേ എന്താണ് ഓടി ഒളിക്കാൻ കാരണം? ഞാൻ അരുതെന്ന് പറഞ്ഞ് ലംഘിച്ചോ? ഹവ്വായെ എന്താണ് നീ ഓടി ഒളിക്കാൻ കാരണം? ആരാണ് നിന്നെ വഞ്ചിച്ചത്? ഈ അന്വേഷണമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇതുപോലെ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന മുന്തിരിച്ചെടിക്ക്, നല്ല മുന്തിരിങ്ങ കായ്ക്കുന്ന മറ്റു ചെടികളോട് ഐക്യപ്പെടാൻ, ഇണങ്ങുവാൻ, യോജിക്കുവാൻ, തിരുമേശയിൽ പങ്കെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 2 കാര്യം ഇതിൽ നിങ്ങൾ പഠിക്കണം. ഒന്ന്, ആ ബുദ്ധിമുട്ടിൻ്റെ കാരണം അവർക്ക് പ്രാഗൽഭ്യമില്ല. മറ്റൊന്ന്, പ്രാഗൽഭ്യമില്ലാത്തവർ അറിയണം, അതെ ഞാൻ ഇതിന് യോഗ്യരായിട്ടില്ല, അതുകൊണ്ട് കർത്താവെ എന്നെ യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉണരണം, ഒരുങ്ങണം. കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന ആ ചെടികളെ ദൈവം എന്ത് ചെയ്യുമെന്ന് പിന്നത്തേതിൽ നമുക്ക് കാണാം. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ ചിന്തകൾ, വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് നൽകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേലായിരുന്നെന്നും യഹൂദന്മാരും കർത്താവെ ഇസ്രായേൽ മക്കളാകുന്ന പ്രജകളും കൂടിയുള്ള ആ നല്ല തോട്ടത്തിൽ, ആ വലിയ തോട്ടത്തിൽ, ഫലഭൂയിഷ്ഠമായ മണ്ണിലിരുന്ന ആ നല്ല തോട്ടത്തിൽ കർത്താവെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് അങ്ങ് കാണുന്നത് പോലെ, അങ്ങ് വ്യസനിക്കുന്നത് പോലെ ഈ കാര്യത്തിൽ ഞങ്ങളെ അങ്ങനെ കാണാനിട വരാതെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഇത് കേട്ടവരെയെല്ലാം ഏൽപ്പിക്കുന്നു. കർത്താവ് അവർക്ക് നീതിബോധം, ന്യായബോധം, സത്യബോധം, ദൈവവചനത്തിൻ്റെ ശരിയായ ദിശ കാണുവാൻ കൃപ പകരണമേ. യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.